ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ അകലെയായി കൊടികുത്തുമല എന്ന സ്ഥലത്താണ്. ആലുവ ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിരിക്കും ഇങ്ങോട്ടുള്ള ദൂരം വരാം. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അല്ലമീൻ കോളേജിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 500 മീറ്ററാണ് ദൂരം വരിക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വരുന്നു. ബോക്സ് ടൈപ്പ് ഡിസൈനാണ് കൂടുതൽ വരുന്നത്. സ്ക്വയർ ടൂ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും വീടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വീടിന്റെ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ധാരാളം ടെക്സ്ചർ വർക്കുകളും ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇനി ഈ ഒരു വീട് മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമുക്ക് വീടിന്റെ മതിലിലേക്ക് വരാം. മതിലിൽ വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും അവിടെ വരുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലായി കാണുന്ന വലിയ വിഡ്ത്തുള്ള റോഡാണ്. ഏകദേശം 5 മീറ്റർ വിഡ്ത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. GI ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് പെഡസ്റ്റൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിന്റെ അകത്ത് ലഭ്യമായിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. ഇതാണ് കാർ പാർക്കിംഗ് സ്പേസ്. വീടിന്റെ നിർമ്മാണം പൂർണ്ണമായും തീരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പെയിന്റിങ്ങിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കടപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നതായി കാണാം. ഇതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. കൂടാതെ ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള KWA വാട്ടർ കണക്ഷൻ ആണ്. കിണർ വെള്ളം ഇവിടെ ലഭ്യമല്ല. KWA വാട്ടർ കണക്ഷൻ ഇവിടെ എല്ലാ സമയത്തും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വീടിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തും വീടിന്റെ ഇരുവശങ്ങളിലും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഭാഗമായിട്ട് 2 പില്ലറുകൾ വരുന്നുണ്ട്. ഒരെണ്ണം സിറ്റ് ഔട്ടിൽ വരുന്നു, ഒരെണ്ണം കാർ പോർച്ചിൽ വരുന്നു. അതിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയ ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. എൻ്റെ പുറകിലായിട്ട് ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. മരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ മെയിൻ ഡോറിലേക്ക് വരാം. മെയിൻ ഡോർ 2 പാളികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. എൻ്റെ പുറകിൽ കാണുന്നതാണ് TV യൂണിറ്റ്. വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് ധാരാളം സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് TV വരുന്ന ഭാഗം. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് മൈക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ PVC മൈക്ക കൊടുത്തിരിക്കുന്നു. ഇവിടെ സാധാ മൈക്കയും കൊടുത്തിട്ടുണ്ട്. 2 ജനലുകളാണ് ഇരുവശത്തുമായിട്ട് വരുന്നത്. ഓരോ പാളികളുടെ 2 ജനലുകൾ ഒരു വശത്ത് വരുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കണ്ട ആ ജനലാണ്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്, അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വാം LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് 4x2 വെട്രിഫൈഡ് ടൈലുകളാണ്. 4x2 അല്ല, കുറച്ചുകൂടി വലിപ്പമുള്ള 5x2.5 ആ റേഞ്ചിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ്. ഇനി നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. 3 പാളിയുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. കുറേ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനിൽ കുറച്ച് എന്താ പറയുക, ഗ്ലാസിന്റെ ഒരു ഇതൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. അതിന്റെ വർക്കുകൾ നടക്കുന്ന ഇവിടെ ഒരു മിറർ വരാനുണ്ട്. ടേബിൾ ടോപ്പായിട്ട് ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റ് പോലത്തെ. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറയുടെ വാഷ് ബേസിനും വരുന്നുണ്ട്. മുകളിൽ ഈ ഭാഗത്ത് വരുന്നത് പ്രൊഫൈൽ LED ലൈറ്റുകളാണ് ഫോൾ സീലിംഗിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി കിച്ചന്റെ അകത്തേക്ക് വരാം. ഇതാണ് കിച്ചൺ. കിച്ചണിൽ ഉപയോഗിച്ചത് വൈറ്റ് കളർ ടൈലാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് പോലെയുള്ള ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാൾ ടൈലും വൈറ്റ് കളർ തന്നെയാണ്. അതായത് ഫുൾ വൈറ്റ്
കളറിലാണ് കബോർഡുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പുറകുവശത്തേക്ക് വന്ന ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആ വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. 3.25 സെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ കൊള്ളാവുന്ന രീതിയിൽ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂമിലേക്കാണ് ഇനി പോകുന്നത്. ആ ബെഡ്റൂമിന്റെ ഡോറാണ് ഈ കാണുന്നത്. ഇതാണ് ബെഡ്റൂം. വർക്കുകൾ പൂർണ്ണമായും തീരുന്നതേ ഉള്ളൂ. ഇരുവശത്തുമായിട്ട് ജനല് കൊടുത്തിട്ടുണ്ട്. അവിടെ ജനല് ഓരോ പാളികളുടെ ജനല്, ഇവിടെ 3 പാളികളുടെ ജനല്. വാർഡ്രോബുകൾ വളരെ വിശാലമായിട്ടുള്ളത് തന്നെയാണ്. ഈ ഭാഗത്താണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് നമുക്ക് കാണാം. ഒരു സൈഡിലേക്ക് ഫോൾ സീലിംഗ് വർക്ക് ഇറങ്ങി വരുന്നത് പോലെയാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാം LED ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഡോറ് തേക്കിന്റെ ഡിസൈനിലാണ് വരുന്നത്. ഫൈബർ ഡോറാണ്. ബാത്റൂമിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിന്റെ ടൈലുകളിലേക്ക് വന്നതിന്റെ ഗ്ലോസി ഫിനിഷുള്ള ടൈലാണ്. വൈറ്റും ബ്ലാക്കും ഇടകലർന്നാണ് നൽകിയിരിക്കുന്നത്. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അതിന് മുകളിൽ വാട്ടർ ഹീറ്ററിന്റെ സ്ഥാനം വരുന്നുണ്ട്. ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, എക്സോസ്റ്റ് ഫാൻ. ഈ ഭാഗത്തായിട്ടാണ്, സെന്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി ഇൻവെർട്ടറിന്റെ സ്പേസ് വരുന്നത് നമുക്ക് ഈ സ്റ്റെയറിന് അടിയിലായിട്ടാണ്. ഇവിടെയാണ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് ഡോർ തുറക്കാം. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഹാൻഡ് റെയിൽ വുഡിലും നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ കയറി വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കാണാം ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഈ അപ്പർ ലിവിങ് ഏരിയ പോകുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ പോലെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യൂരിയോസും ഒക്കെ ആവുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഈ ഭാഗത്തും വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ അതും സജ്ജീകരിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് അപ്പർ ലിവിങ് ഏരിയ. മുകളിൽ ഫോൾ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഫോൾ സീലിംഗ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ 2 ബെഡ്റൂമാണുള്ളത്. യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ബാൽക്കണിയും ഉണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. താഴത്തെ ബെഡ്റൂമിന്റെ അതേ മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. അതുകൊണ്ട് തന്നെ സെയിം സ്പേസും സെയിം ഡിസൈനും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജനൽ അവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ മാത്രമാണ് അല്പം വ്യത്യാസം. ഇവിടെ കബോർഡും ചെയ്തിട്ടുണ്ട്. വലിയ കബോർഡുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാത്റൂമാണ്. ബാത്റൂം ഇതാണ്. സെയിം ടൈപ്പ് ഡോർ തന്നെയാണ് വരുന്നത്. ബ്ലാക്കും വൈറ്റും കളറുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂം തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെ സെറയുടെ വാഷ് ബേസിൻ, അവിടെ ക്ലോസറ്റ്, വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ കമ്പ്യൂട്ടർ ടേബിളിനോട് ചേർന്ന് തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. നേരെ നോക്കുമ്പോൾ കാണാകുമ്പോൾ ഒരു 3 പാളി ജനലാണ്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത്. എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ കബോർഡ് ഇതാണ്. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള കബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഒരു മിറർ വയ്ക്കാനുള്ള പോർഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. എല്ലാ ബാത്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. നല്ല നീളത്തിലുള്ളതാണ് ബാത്റൂമുകൾ. ഇത് വെറ്റും ഡ്രൈയുമായിട്ട് എല്ലാ ബാത്റൂമും തിരിച്ചിട്ടുണ്ട്. ആ സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷവർ വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ബെഡ്റൂമുകളുടെ വിശേഷം. ഇനി യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ആ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് വരുന്നത്.
ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള ഗോവണി ഇവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 3.25 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. ഇൻഫോ പാർക്കിലേക്കെല്ലാം ഏകദേശം ഒരു 9 കിലോമീറ്ററാണ് അകലം വരിക. ആലുവ ടൗണിലേക്ക് 5 കിലോമീറ്റർ അകലം വരും. അലമീൻ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് വരാനുണ്ട്. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചുള്ള ഹാൻഡ് റെയിലാണ്, പാരപ്പറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവസാനം വീടിന്റെ വിലയിലേക്ക് വരാം. 65 ലക്ഷം രൂപയാണ് ഈ മനോഹരമായിട്ടുള്ള വീടിന് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതലും അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.